സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം തുടങ്ങിയെടുത്ത് വെച്ചെന്നെ അവസാനിച്ചല്ലോ അച്ഛാ. അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ, ഇല്ലെങ്കിൽ ഇതായിരിക്കും എല്ലാവരുടെയും അവസ്ഥ. ഹലോ രഘു സാറേ, നമുക്കൊരു ദിവസം കാണണമെന്ന് പറഞ്ഞിരുന്നു. നമുക്കിപ്പൊ തന്നെ ഒന്ന് വിശദമായിട്ട് കണ്ടാലോ? നീയോ? രഘു വീണു എന്നറിഞ്ഞപ്പോ വന്നതായിരിക്കും അല്ലേ? ഹേയ്, നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇന്നലെ തന്നെ വീഴ്ത്താമായിരുന്നു. സോഷ്യൽ മീഡിയയില് നിന്നെ നാറ്റിച്ച് കൊല്ലായിരുന്നു. ദയ എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാ ഞാൻ നിന്നെ വെറുതെ വിട്ടത്. വലിയ ഉപകാരം. ഇപ്പൊ നിനക്ക് എന്താണ് വേണ്ടത്? എന്നെ തല്ലണോ? തല്ലിക്കോടാ, തല്ലിക്കോ. ചൂടാവാതെ മാഷേ, ഈ അവസ്ഥയില് എന്തായാലും നിന്നെ ഞങ്ങൾ തൊടില്ല. അത് നമുക്ക് വേറെ ദിവസമോ. പിന്നെ എന്തിനാടാ നീയൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്? മനുഷ്യന് ഒരിടത്ത് ഒളിഞ്ഞിരിക്കാനും സമ്മതിക്കില്ല നീയൊന്നും. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ഇവന്റെ ഒരു അങ്കിള് ഇവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അത് തിരിച്ചെടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഓഹോ, അപ്പൊ ഇവിടുത്തെ ഇടപാടുകാരനല്ലേ? ആ അതെ. സോറി ബ്രദർ, അമ്പിളി ഫൈനാൻസ് കമ്പനി പൊളിഞ്ഞു. എന്റെ പാർട്ട്ണർ സകല ഉരുപ്പടികൾ എടുത്തോണ്ട് മുങ്ങി. തൽക്കാലം തിരിച്ചു തരാൻ ഒരു നിർവാഹവും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അവര് കള്ളനെ തൊണ്ടി സഹിതം പിടിച്ച് എന്നെ എന്റെ സ്ഥാപനത്തെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. തൊണ്ടി മുതൽ കിട്ടിയില്ലെങ്കിലോ? ഇല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് പണയം വെച്ചവരുടെ സ്വർണം ഞാൻ തിരിച്ചു തരും. ഈ രഘുവിന്റെ കിഡ്നി വിട്ടിട്ടാണെങ്കിലും തിരിച്ചു തരും. പക്ഷെ എനിക്ക് സമയം തരണം. എത്ര സമയം? അതിനിടയിൽ വെള്ളമടിച്ച് തന്നെ കിഡ്നിയാണ് അടിച്ചു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പരിഹസിക്കല്ലേ? രഘുവിനെ പരിഹസിക്കാലോ. ആയിക്കോ, ആയിക്കോ. ഇവന്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നത്. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് പോവാം. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാ മതി. രഘു ചത്തിട്ടൊന്നുമില്ല. പക്ഷേ നീ ഇതിനകത്ത് കിടന്ന് ചത്താലേ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇനി എന്തെങ്കിലും ജീവൻ വെച്ച് വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് കാണാം. വാടാ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇന്ദ്ര. നിന്നെ തനിയെ താമസിക്കാൻ അയച്ചപ്പോ ഞാൻ വിചാരിച്ചത് നിന്റെ ഭാര്യ നിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന. ഇതിപ്പോ ഞാനിവിടെ ആഹാരം വെച്ചിട്ടില്ലെങ്കിൽ നീ പട്ടിണിയാവുന്ന അവസ്ഥയാണല്ലോ. എന്നാൽ നീ നിന്റെ ജോലിയുമായിട്ട് നെട്ടോട്ട് ഓടുമ്പോ അവൾക്ക് അവിടെ വീട്ടിൽ പോയി സുഖിച്ചിരിക്കാൻ തോന്നുവോ? ഇത് നീ ഇങ്ങനെ വിട്ടാലോ? കാടാറു മാസം നാടാറു മാസം എന്ന് പറഞ്ഞതുപോലെ അവിടെ ഇവിടെ ആയിട്ടായിരിക്കും അവൾ ഇനി ജീവിക്കാൻ പോകുന്നത്. അനു വൈകിട്ടങ്ങ് വരുവമ്മേ. പിന്നെ അവള് പോവായിരുന്ന പോരെ? ആർക്കു പോരേന്ന്? എനിക്കോ? നിനക്ക് വേണമെങ്കിൽ അവളെ വിലക്കാ മതി. നീ ആഹാരം കഴിക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഡി 5000 രൂപയ്ക്ക് എന്തൊക്കെയാ നീ എടുത്തേ? നോക്കട്ടെ. രൂപ തന്നതേ സത്യേട്ടനല്ലല്ലോ. കാശ് തന്ന ആൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കത്തുള്ളങ്ങല്ലേ? അവിടെ വെച്ചേക്ക്. ഏട്ട ഫുഡ് കഴിക്കുക, വന്നെടുത്ത് നോക്കിക്കോളും. ഏട്ടൻ ഇതൊന്നും നോക്കാൻ പോകുന്നില്ല.
എല്ലാത്തിന്റെയും കണക്കെടുക്കുന്ന സ്വഭാവം സത്യേട്ടനല്ലേ? എടുത്തു നോക്കിയോ. എന്നാ ഒന്ന് കാണണമല്ലോ. ഇതാണോ 5000 രൂപയുടെ മുതല്? ഇതിന് കുറച്ച് തിളക്കവും മിനുസവും മാത്രമേ ഉള്ളല്ലോ. എടി സോനെ, സോനെ എന്തോ? ഇങ്ങോട്ട് വന്നേ. എന്താ ഏട്ടാ? ഈ ഡ്രസ്സ് വളരെ കോസ്റ്റ്ലി ആണോ സോന? 5000 രൂപയ്ക്കുള്ള ഡ്രസ്സാണോ ഇത്? അതിന് 5000 രൂപയൊന്നും ഇല്ല, വെറും 1250 രൂപയുടെ ചുരിദാറാ അത്. അപ്പോ ബാക്കി ക്യാഷ് നീ എന്ത് ചെയ്തു? ഫ്രണ്ടിന് ഡ്രസ്സ് വല്ലതും വാങ്ങിച്ചോ? ചിലങ്ക ചേച്ചി എന്നെ കണ്ടത് ഏട്ടത്തി വഴി സത്യേട്ടൻ അറിഞ്ഞു കാണോ? ഏത് ഫ്രണ്ടിനാ മോള് വാങ്ങിച്ചു കൊടുത്തേ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല കാശുകാരായേട്ടാ. അവർക്കാർക്കും എന്റെ സൗജന്യം ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ആവശ്യത്തിന് ഡ്രസ് ഇല്ലാത്തപ്പോ ഞാൻ ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കോ? അപ്പൊ ഈ ബില്ല് ഏതാടി? നീ ആർക്കാടി ജീൻസും ടീഷർട്ടും വാങ്ങിച്ചു കൊടുത്തത്? ജീൻസും ടീഷർട്ടോ? അത് എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ബില്ലായിരിക്കും. കള്ളം പറയരുത്. നീ ഇത് മാത്രമേ വാങ്ങിച്ചോളെങ്കിൽ ബാക്കി ക്യാഷ് എവിടെയാടി? ഞാൻ ഇത് മാത്രമേ മേടിച്ചോളന്ന് ഏട്ടനോട് ആരാ പറഞ്ഞേ? ഇന്ദ്രേട്ടൻ തന്ന 5000 രൂപയ്ക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു. എങ്കിൽ ബാക്കി ഡ്രസ് എവിടെയാടി? എന്താടാ, എന്താ പ്രശ്നം? ഇത് കണ്ടോ ഏട്ടാ, ഇവളിന്ന് ഡ്രസ് എടുത്തതിന്റെ ബില്ല 1250 രൂപയുടെ ചുരിദാർ ഇവൾ ആകെ മേടിച്ചത്. അതിവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ബില്ലി പിന്നെ ഉള്ളത് ഒരു ജെൻസിന്റെ ജീൻസും ഒരു ടീഷർട്ടുമാ. മൊത്തം 4800 രൂപ. ഇതിനാണ് ഇവള് രാവിലെ ഏട്ടനെ ഇന്ന് വാശി പിടിച്ച് കാശ് മേടിച്ചത്. എന്താടി ഇതൊക്കെ? ഈ സത്യേട്ടൻ വെറുതെ എന്നെ സംശയിക്കുക അമ്മേ. ആ ബില്ല് എന്റേതൊന്നും അല്ല. ഞങ്ങള് ഫ്രണ്ട്സ് ഒരുമിച്ച് പർച്ചേസ് ചെയ്തതുകൊണ്ട് ബില്ലുകൾ തമ്മിൽ മാറിപ്പോയതാവും. എങ്കിൽ പിന്നെ നീ എടുത്ത ബാക്കി ഡ്രസ്സോ, അതും മാറിപ്പോയോ? അത് മാറിയിട്ടൊന്നുമില്ല. ഈ ചുരിദാർ ഒഴികെ ബാക്കിയെല്ലാം മെറ്റീരിയൽസാ ഞാൻ എടുത്തത്. അതെല്ലാം ഞാൻ ടൈലറിംഗ് സെന്ററിൽ കൊടുത്തിട്ടുമുണ്ട്. നിന്റെ സംശയം മാറിയോടാ? എന്റെ മോളെ കരയിച്ചപ്പോ നിനക്ക് സന്തോഷമായോ? അമ്മേ ഞാൻ മതിയടാ. നീ അല്ലെങ്കിലും ഇങ്ങനെയാ. അമ്മയും പെങ്ങളും ശത്രുവാ, ബാക്കി എല്ലാ പെണ്ണുങ്ങളും പുണ്യാളത്തിമാരും. നീ എന്തിനടി കരയുന്നേ? നിനക്ക് കാശ് തന്ന നിന്റെ വലിയേട്ടൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ വാ. എന്താടാ ഇതൊക്കെ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നേ? ഏട്ടൻ ഈ ബില്ലൊന്ന് നോക്ക്. ഇത് കണ്ടാ ഞാൻ ചോദിക്കണ്ടേ? ശരി ശരി, ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. ഞാനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നീയാണ് ഈ വീട് നോക്കേണ്ടത്. അതിന്റെ പക്വതയും ഗൗരവവും നീ കാണിക്കണം. ചേച്ചി, ഇങ്ങനെ കരഞ്ഞിട്ട് എന്തിനാ? അച്ഛൻ രഘുവേട്ടനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയിരിക്കുമല്ലേ? രഘുവേട്ടൻ വരും. രഘുവേട്ടൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ ഉള്ളവരെ കൂടെ തീ തീറ്റിക്കാനോ?
ആ മനുഷ്യൻ ഒരാളാ ഈ കുടുംബം ഇങ്ങനെ തകരാൻ കാരണം. അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. രഘുവേട്ടന്റെ കൂട്ടുകാരൻ ചതിച്ചതല്ലേ? നഷ്ടപ്പെട്ടതൊക്കെ പോലീസ് കണ്ടെത്തി തിരിച്ചു തരുമായിരിക്കും. കുറച്ച് സ്വർണവും പണവും തിരിച്ചു കിട്ടുമായിരിക്കും. ഇത്രയും കാലം കൊണ്ട് നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത അന്തസ്വാഭിമാനോ. അച്ഛൻ ഏതൊക്കെ രീതിയിൽ രഘുവേട്ടനോട് പറഞ്ഞതാ ആപത്തിൽ ചെന്ന് ചാടല്ലേന്ന്. നിന്റെ കൂടെയുള്ള മറ്റുള്ളവർ നിന്നെ ചതിക്കോന്ന് കേട്ടില്ല. നമ്മുടെ അച്ഛന്റെ വാക്കിന് പുല്ല് വില കൊടുത്തില്ല ആ മനുഷ്യൻ. എന്നിട്ടും ആ മനുഷ്യന്റെ പുറകെ നടക്കല്ലേ നമ്മുടെ അച്ഛൻ. എന്തിനാ എല്ലാവർക്കും അപമാനമായിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ കുടുംബത്തിന്? ചേച്ചി വേണ്ട, എനിക്ക് അങ്ങനെ ഒരാളെ ഇനി കാണണ്ട. എവിടെയെങ്കിലും പോയി തൊലയട്ടെ, ഇങ്ങോട്ട് വരണ്ട ആ മനുഷ്യൻ. ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ എനിക്ക് ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ പറ്റൂ. അച്ഛൻ വരുന്നത് കാണുന്നില്ലല്ലോ. ചേച്ചിക്ക് ഇന്ന് പോണോന്ന് നിർബന്ധമാണോ? ഈ അവസ്ഥയില് ചേച്ചി കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരാശ്വാസമായേനെ. അതെ ചേച്ചി, ഞങ്ങൾക്ക് പേടിയാ. ചേച്ചി ഇന്ന് പോണ്ട. ഇന്നൊരു ദിവസം ചേച്ചി ഞങ്ങളുടെ ഒപ്പം ഇവിടെ നിൽക്ക്. ചേച്ചിക്ക് നിങ്ങളെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ വിഷമമുണ്ട് മോളെ. പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ ഇന്ദ്രേട്ടൻ ആ വീട്ടിൽ തനിച്ചാവില്ലേ? ഞങ്ങൾ ഇന്ദ്രേട്ടന്റെ വീട്ടിലായിരുന്നു താമസമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ചേച്ചി ഒന്ന് ഇന്ദ്രേട്ടനെ വിളിച്ച് പറഞ്ഞു നോക്ക്. ഒരു ദിവസത്തെ കാര്യല്ലേ, ചിലപ്പോ സമ്മതിച്ചാലോ. വേണമെങ്കിൽ ഞാൻ പറയാ ചേച്ചി ഇന്ദ്രേട്ടനോട്. ഞാൻ എന്തായാലും ഇന്ന് ചേച്ചി വിടില്ല. ശരി, മോള് കരയാതെ. ചേച്ചി ഇന്ദ്രേട്ടനെ ഒന്ന് വിളിക്കട്ടെ. എന്താ പറയാ ഇന്ദ്രേട്ടനോട്? ഈ കാര്യങ്ങളൊന്നും പറയണ്ട ചേച്ചി. നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഒത്തുകൂടാനാണെന്ന് പറഞ്ഞാ മതി. അതെ ചേച്ചി, അങ്ങനെ പറഞ്ഞാ മതി. വേണമെങ്കിൽ ഞങ്ങള് റിക്വസ്റ്റ് ചെയ്യാം. വിളിക്കുന്നെങ്കിൽ വൈകണ്ട. ഹലോ അനു, നീ എവിടെ എത്തി? ഞാൻ ടൗണിലുണ്ട്. നീ ബസ്സിനാണോ വരുന്നേ? ഇന്ദ്രേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആണോ? ഇപ്പൊ തന്നെ വൈകിയില്ല അനു. ഇനിയിപ്പോ വണ്ടി കിട്ടി വരുമ്പോഴേക്കും ഇരുട്ടാവുമല്ലോ. എന്തു പറ്റി? അത് ഇന്ദ്രേട്ടാ, അച്ഛൻ എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുവാ. വന്നിട്ട് ഇറങ്ങാന്ന് കരുതി കാത്തു നിന്നതാ. ഇന്ദ്രേട്ടാ, അനുചേച്ചി നാളെ വന്നാ മതിയോ? ഇന്നൊരു ദിവസം ചേച്ചി ഞങ്ങളുടെ ഒപ്പം നിന്നോട്ടെ പ്ലീസ്. മഞ്ചാടിയാണല്ലോ. നിന്റെ അനിയത്തിമാര് ചേർന്നവിടെ പിടിച്ചു വെച്ചിരിക്കണോ? അങ്ങനെയൊന്നുമില്ല ഇന്ദ്രേട്ടാ. കുട്ടികൾ ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ദ്രേട്ടൻ അവിടെ തനിച്ചായി പോവില്ലെന്ന് ഓർക്കുമ്പോ. അത് കുഴപ്പമില്ല അനു. ഒരു ദിവസത്തെ കാര്യമില്ലുള്ളൂ. അവരെ നിരാശപ്പെടുത്തണ്ട. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോ ഇന്ദ്രേട്ടൻ പുതിയ വീട്ടിൽ തനിച്ചു കിടക്കുവോ അതോ അമ്മയുടെ അടുത്തേക്ക് പോവോ?
പിന്നെ എന്തിനാ വീട് മാറിയെന്ന് അമ്മ ചോദിക്കും. ആ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അനു. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നിന്നോളാം. നീ രാവിലെ എത്തിയാ മതി. ഇന്ദ്രേട്ടൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഏയ് എന്തിന്? സ്വന്തം വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാനുള്ള വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ. നീ ഇന്നവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ രാത്രി വിളിക്കാം. ഇപ്പോ ബൈക്കുമായി റോഡില്ല. ശരി ഇന്ദ്രേട്ടാ. ആ ആ രാത്രി മറക്കാതെ വിളിക്കണേ. താങ്ക്സ് ഇന്ദ്രേട്ടാ. ശരി. അനുപമയായിരുന്നു? ആ അതെ, അവള് ചിലങ്കി കൊണ്ടുവിടാൻ വീട്ടിൽ പോയതാ. ഓ, അവിടുന്ന് നാളെ വന്നാ മതി ഒന്ന് ചോദിക്കാൻ വിളിച്ചതാ. അല്ല ഹർഷ എന്താ ഇവിടെ? രവിയേട്ടന്റെ മെഡിസിൻ തീർന്നിട്ട് വന്നതാ ഇന്ദ്ര. അതിലൊരു ടാബ്ലറ്റ് എവിടെയും കിട്ടാനില്ല. 4-5 സ്ഥലത്ത് ഞാൻ കയറി. ഇനി മെഡിക്കൽ കോളേജിനടുത്തുള്ളൊരു കടയിലേ കിട്ടു. അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴേ ഇന്ദ്രനെ കണ്ടത്. മടുത്തു ഇന്ദ്ര. രവിയേട്ടന് വേണ്ടി ഓടി ഞാൻ മടുത്തു. ആ ഇങ്ങനെ തളർന്നാലോ? ആ ലിസ്റ്റിംഗ് എന്താ? മെഡിസിൻ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നോളാം. അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് ഇന്ദ്ര. ഇതില്ലാതെ വീട്ടിൽ പോയി രവിയേട്ടന്റെ പെയിൻ കാണാൻ എനിക്ക് വയ്യ. ഞാനും കൂടി ഇന്ദ്രന്റെ കൂടെ വന്നോട്ടെ? അല്ല അത് ഹർഷ. എന്താ എന്നെ പുറകിലിരുത്താൻ ഇപ്പോഴും ഇന്ദ്രന് പേടിയാണോ? ഇങ്ങനെ ഒരു ആവശ്യത്തിന് നീ എന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയെന്നറിഞ്ഞ നിന്റെ ഭാര്യയും എന്റെ ഭർത്താവും അതൊരു തെറ്റാണെന്ന് പറയില്ല ഇന്ദ്ര. പിന്നെ എന്താ ഇന്ദ്ര? ശരി കേറ് പോവാം. പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണോ ഹർഷ പോകുന്നത്? വേറെന്ത് ചെയ്യാന്? രവിയേട്ടൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ലല്ലോ. ഇന്ദ്രൻ ഇരിക്കെ, ഞാൻ രവിയേട്ടന് ടാബ്ലറ്റ് കൊടുത്തിട്ട് വരാം. ശരി. രവിയേട്ട, വേദന സഹിക്കാൻ വയ്യതായോ? സാരല്ല, സിറ്റി പോയിട്ട് നീ വേഗം എത്തിയല്ലോ. ഭാഗ്യം. അതെ, രവിയേട്ടന് ഭാഗ്യമുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴൊന്നും എത്താൻ പറ്റില്ലായിരുന്നു. 4 മെഡിക്കൽ സ്റ്റോറിൽ കയറി ഇറങ്ങിയിട്ടാ എനിക്ക് ടാബ്ലറ്റ് കിട്ടിയത്. ചിലപ്പോ തോന്നും ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഭേദമായിട്ട് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു എന്ന്. ഇത്ര കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ഞാൻ നിനക്ക് ഒരു ബാധ്യതയാവുന്നുണ്ടോ ഹർഷ? അങ്ങനെയല്ല രവിയേട്ടാ, നമുക്ക് ഒരു സഹായത്തിനും ആരുമില്ലാതാവുമ്പോ വല്ലാത്തൊരു ടെൻഷനാ. ഇന്ന് തന്നെ മെഡിസിൻ കിട്ടാതെ ഓടേണ്ടി വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷേ വഴിയിൽ വെച്ച് ഇന്ദ്രനെ കണ്ടത് വലിയ ആശ്വാസമായി. ഇന്ദ്രനെ കണ്ടോ? എന്നിട്ട് അവൻ നിന്നെ സഹായിച്ചോ? ഇന്ദ്രന് മെഡിസിനുള്ള ഷോപ്പിലേക്ക് എന്നെ കൊണ്ടുപോയത്. അത് വാങ്ങി എന്നെ ഇവിടെ കൊണ്ടാക്കിയതും എല്ലാം ഇന്ദ്രനാ. എന്നിട്ട് ഇന്ദ്രൻ എന്നെ ഒന്ന് കാണാതെ പോയതെന്താ? എനിക്കിവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ? ആ അതിന് ഞാൻ പോയെന്ന് ആരാ പറഞ്ഞത്? മെഡിസിൻ കഴിച്ച് വേദനയൊക്കെ കുറഞ്ഞ ശേഷം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാ
ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിക്കും വേദന കുറഞ്ഞത് ഇന്ദ്രനെ കണ്ടപ്പോഴാ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടിട്ടില്ല. ഇന്ദ്രനിരിക്കെ. ഗൾഫിൽ പോയതിനു ശേഷം എപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു എന്റെ ജീവിതം. അവിടെ എത്തിയ ആദ്യ നാളുകളിൽ എന്നെപ്പോലെ ജോലിയില്ലാതെ അലയുന്ന നൂറുകണക്കിന് ആളുകളുടെ ഇടയിൽ ഒളിച്ചും പാത്തുള്ള ജീവിതം. ജോലി കിട്ടിയപ്പോ ആയിരക്കണക്കിന് ലേബേഴ്സിന്റെ കൂടെ ജോലി സ്ഥലത്തും പിന്നെ ലേബേഴ്സ് ക്യാമ്പിലും ഒക്കെയുള്ള ജീവിതം. പിന്നെ മെച്ചപ്പെട്ട ജോലിയൊക്കെ കിട്ടി, ജീവിത നിലവാരമൊക്കെ മാറിയെങ്കിലും ഞാൻ തിരിച്ചു വരുന്നതുവരെ ഒരു മുറിയിൽ ഞങ്ങൾ 7 പേര് ഒരുമിച്ചാ താമസിച്ചുകൊണ്ടിരുന്നേ. ഇപ്പോഴോ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്വന്തം വീട് തന്നെയാ. പക്ഷേ ഹർഷയൊന്ന് പുറത്തേക്ക് പോയാ എനിക്കിതിനകത്ത് വല്ലാത്തൊരു വീർപ്പുമുട്ടില്ല എന്തിനാ. സാറില്ല, ഇതിപ്പോ ഇങ്ങനൊരു അവസ്ഥയായതുകൊണ്ടല്ലേ. ഇതൊക്കെ പെട്ടെന്ന് ഭേദമായി രവിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പറ്റണം ഇന്ദ്ര. എന്നിട്ട് എനിക്ക് എന്റെ ഹർഷയും കൊണ്ട് ഇവിടുന്ന് പറക്കണം. ഇവളെ ദുബായ് മുഴുവനൊന്ന് ചുറ്റിക്കാണിക്കണം. നാലു വർഷം എന്റെ ഭാര്യ നാട്ടിൽ ഒറ്റയ്ക്കിട്ട് പോയതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. ഇതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും ഇന്ദ്ര. ജീവിതകാലം മുഴുവൻ ഹർഷയുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ. ഇവിടെയായാലും എവിടെയായാലും. ഈ കുറ്റബോധത്തിന്റെ കെട്ടൊക്കെ രവിയേട്ടൻ എന്തിനാ ഇന്ദ്രന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നത്? ഇങ്ങനെ കത്തിവെക്കാൻ തുടങ്ങിയ ഇന്ദ്രൻ ഇങ്ങോട്ട് വരാതാവും. അയ്യോ, ഞാനിങ്ങനെ തള്ളും കത്തിവയ്പ്പൊന്നുള്ള ആളല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് ഇന്ദ്രനൊരു കുടുംബസ്നേഹി ആയതുകൊണ്ടാ. ഭാര്യയെ കരുതലോടും സ്നേഹത്തോടും സംരക്ഷിക്കുന്ന ആളായതുകൊണ്ടാ. പിന്നെ എന്തൊക്കെയാ ഇന്ദ്ര പുതിയ വീട്ടിലെ വിശേഷങ്ങൾ? ഇന്ദ്രനും അനുവിനും അവിടെ സുഖമല്ലേ? തുടങ്ങിയതല്ലേ ഉള്ളൂ. അനുവിന്ന് അവൾ വീട്ടിൽ പോയിരിക്കുക, നാളെ വരൂ.